ബി.ജെ.പിയുടെ പിന്തുണയോടെ കോൺഗ്രസ് വിമതർ ഭരണം പിടിച്ച മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന് മുൻപിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള കോൺഗ്രസിന്റെ ഔദ്യോഗിക കമ്മിറ്റിക്കെതിരെയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിന് മുൻപിലാണ് ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഈ പ്രതിഷേധത്തിന് കാരണം? ഈ പ്രതിഷേധത്തിന് കാരണം ഈ മറ്റത്തൂർ പഞ്ചായത്തിലെ 8 കോൺഗ്രസ് മെമ്പർമാരെ, പഞ്ചായത്തിൽ നിന്ന് വിജയിച്ച 8 കോൺഗ്രസ് മെമ്പർമാരെ ടി.എൻ. ചന്ദ്രൻ, DCCയുടെ ജനറൽ സെക്രട്ടറി ടി.എൻ. ചന്ദ്രൻ അവരെ നാടകീയമായി BJPയിൽ നിന്ന് പണം വാങ്ങി നാടകീയമായി രാജിവെപ്പിച്ച് ഇന്ന് രാവിലെയാണ് അത് നാടകീയമായ രംഗങ്ങൾ ഉണ്ടായത്. രാജിവെപ്പിച്ച് ഇവിടെ BJPയുടെ പിന്തുണയോടുകൂടി ഇവിടെ ടെസി ജോസിനെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റാക്കിയിരിക്കുകയാണ്. KPCCയുടെ തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് DCCയുടെ ജനറൽ സെക്രട്ടറി ടി.എൻ. ചന്ദ്രനും മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിലും നടത്തിയ ഈ നാടകീയ രംഗത്തിന് കോടികളാണ് അവർ കൈപ്പറ്റിയിട്ടുണ്ടാവുക. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കോൺഗ്രസ് വിജയിപ്പിച്ച 8ഓളം വാർഡംഗങ്ങൾക്ക് BJP കോടിക്കണക്കിന് രൂപ കൊടുത്തു. അത് തന്നെയാണ്. അല്ലാതെ ഈ കോൺഗ്രസ് ലക്ഷക്കണക്കിന് രൂപ ഇവിടെ കൊഴ കൊടുത്തുകൊണ്ടാണ് ഈ നാടകീയ രംഗങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ഉൾപ്പെടെ വിജയിപ്പിച്ച 8ഓളം അംഗങ്ങളായിരുന്നല്ലോ, അവരുടെ രാജി നിങ്ങൾ ആവശ്യപ്പെടുമോ? അവരുടെ രാജി DCCയിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ നിന്നുള്ള രാജിയല്ല, ഈ ജനപ്രതിനിധി എന്നുള്ള ഈ രാജി ഞങ്ങൾ ആവശ്യപ്പെടുക, തീർച്ചയായും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇതിന് ഒത്താശ ചെയ്തു കൊടുത്ത ഈ മുഴുവൻ നേതാക്കളെയും ഈ പഞ്ചായത്ത് മെമ്പർമാരെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും ഉള്ള നടപടി KPCCയും DCCയും എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ശക്തമായ ഇവിടെ നടപടികളുമായി ഞങ്ങൾ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകും. കോൺഗ്രസിനെ സംബന്ധിച്ച് ഭരണമില്ലെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രശ്നമില്ലായിരുന്നു. BJPയുമായിട്ട് ഒരിക്കലും ഒരു സഖ്യത്തിന് പോകാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. BJP ആയിട്ട് സഖ്യത്തിന് പോകാൻ പാടില്ല, അത് കോൺഗ്രസിന്റെ നിലപാടായിരുന്നു. അത് KPCCയുടെ നിലപാട് തന്നെയായിരുന്നു. ആ നിലപാടാണ് ഇവിടെ അട്ടിമറിച്ചുകൊണ്ട് രണ്ട് നേതാക്കളുടെ ഷാഫി കല്ലുപറമ്പിലും ഇവിടെ നാടകീയമായി പറയപ്പെടുന്ന 2 നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഈ അട്ടിമറി നടന്നത്. അതെ, 2 നേതാക്കളുടെ നേതൃത്വത്തിലാണ്. ഇതിൽ ടി.എൻ. ചന്ദ്രനും അതേപോലെ തന്നെ ഷാഫി കല്ലുപറമ്പിലും അതുപോലെ തന്നെ രഞ്ജിത്ത് കൈപ്പുള്ളി അടക്കമുള്ള നേതാക്കളുടെ പിൻബലത്തോടു കൂടിയാണ് ഈ നാടകീയ രംഗങ്ങൾ ഇവിടെ അരങ്ങേറിയിട്ടുള്ളത്. ഞാൻ വാർഡ് 11 UDFിൻ്റെ കൈപ്പത്തി ജനത്തിൽ മത്സരിച്ച ആൾ ഞാനാണ്. എനിക്കെതിരായിട്ട് ടി.എൻ. ചന്ദ്രനും മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിലും KR ഔസേപ്പ് എന്ന് പറഞ്ഞ കൊയ്യ ലക്ഷപ്രഭുവിൻ്റെ കാശ് മേടിച്ചിട്ട് അവിടെ കൊണ്ട് നിർത്തി അയാളെ ജയിപ്പിച്ച് കൊണ്ടുവന്നതാണ്. ആ ഔസേപ്പാണ് ഇന്നലെ രാത്രി LDFിലേക്ക് കാല് മാറിയത്. അപ്പോൾ ഇവർ ചതിച്ചതാരാ? ഈ പ്രസ്ഥാനത്തിനെ ചതിച്ചത്. അവർക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ല. അവരെയും അതേപോലെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വനിതയുടെ മോളി തോമസ്, NUCയുടെ സെക്രട്ടറി തോമസ്, ഇവരെയൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണം. അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. നിരവധി തവണ ഈ DCC സെക്രട്ടറി എന്ന് പറഞ്ഞ ടി.എൻ. ചന്ദ്രനെതിരെ KPCCക്കും DCC പ്രസിഡന്റിന് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുള്ളതാണ്. നിരന്തരം പാർട്ടി പ്രവർത്തകർ ഇവിടെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ഒരു എന്തെന്ന് പറയാം, കഴുകനാണെന്നോ അല്ലെങ്കിൽ ശവനീനി കഴുകനാണെന്നോ അല്ലെങ്കിൽ കുറുക്കനെ പോലെയുള്ള ഒരു DCC സെക്രട്ടറിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ആദ്യമായുള്ളൊരു സംഭവം മാത്രമല്ല, നിരവധി തവണ പല ഇലക്ഷനുകളിലും ഇവിടെ തോൽക്കാൻ കാരണം ഈ ടി.എൻ. ചന്ദ്രൻ എന്നൊരു വ്യക്തി തന്നെയാണ്. അതുപോലെ സ്ത്രീകൾക്കെതിരെയാണെങ്കിലും അവളുടെ കൂടെ നിന്ന് നൽകി കണ്ടമാന അനാവശ്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക, വാട്സപ്പിലൂടെ എല്ലാത്തിനും വിടുന്നവരാണ്. അല്ല, ഈ വിഷയത്തിൽ പാർട്ടിയുടെ നടപടി ഉണ്ടല്ലോ. KPCC പ്രസിഡന്റ് പറഞ്ഞ മാതിരി BJPയുമായി ഏത് തീവ്രവാദ സംഘടനകളുമായി ആരെങ്കിലും ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ശക്തമായി തന്നെ കോൺഗ്രസ് നിലപാടെടുക്കും, പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. അതിനെതിരെയാണ് പാർട്ടിയുടെ പ്രതിഷേധം, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇന്ന് ഇവിടെ നടന്നിരിക്കുന്നത് നമുക്കറിയാം, കാശ് വാങ്ങിയിട്ട് ഇവിടുത്തെ പാർട്ടി മെമ്പർമാരടക്കം രാജിവെപ്പിച്ച് BJPക്ക് വിറ്റു എന്നുള്ളൊരു സത്യാവസ്ഥ നമ്മൾ ഇന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിന് DCC പ്രസിഡന്റിനെതിരെയും KPCC പ്രസിഡന്റിനെതിരെയും ഇവിടെ പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഇതിന് ശക്തമായ പ്രതിഷേധമുണ്ടാവും. ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തി വിമതരെ കൂടെ നിർത്തി വിജയിപ്പിച്ച ആൾക്കാരാണ് ഞങ്ങളുടെ മണ്ഡലം കമ്മിറ്റി. അതിൽ നമ്മുടെ ടി.എം. ചന്ദ്രൻ ഉൾപ്പെടെയുള്ള
മണ്ഡലം കമ്മിറ്റി അതുപോലെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും ഇതിൽ കൂടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഔദ്യോഗികമായിട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും തോൽപ്പിച്ചിട്ട് ഇതേമാതിരി വിജയിപ്പിച്ചെടുത്തവർ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് രാജിവെപ്പിച്ചിട്ട് ഇപ്പോൾ BJPയുടെ കൂടെ കൂടി ഇപ്പോൾ ഭരണം പിടിച്ചെടുത്ത് പ്രസിഡൻ്റായ ആ ഒരു നിലപാടിനോട് ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങൾ എതിർക്കുകയാണ്. ഞങ്ങളുടെ പ്രതിഷേധം തീർച്ചയായും ഞങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. വലിയ കുതിര കച്ചവടം നടന്നിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ കുതിര കച്ചവടം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസിലെ DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് ചന്ദ്രൻ എന്നുള്ള വ്യക്തിക്കെതിരെയാണ് ഇവർ ആരോപണം ഉന്നയിക്കുന്നത്. അങ്ങനെ ഇവിടെയുള്ള മണ്ഡലം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വലിയ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങ് ഭാരവാഹിയാണ്? അങ്ങയുടെ പേര്? അതെ, ഞാൻ പുതുക്കാട് കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രിൻസ് എബി. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതിന് കൂട്ടുന്ന TN ചന്ദ്രൻ ഉൾപ്പെടെയല്ല, ഇവിടെ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത്ത് കൈപ്പുള്ളി, അങ്ങനെയുള്ള പല ഈ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, അതുപോലെ തന്നെ കുറച്ച് ഈ മുൻ മെമ്പറായിരുന്ന ലിൻഡോ പള്ളിപ്പറമ്പനടക്കം ഇതിന് കൂട്ടുനിന്ന് കാശ് മേടിച്ചിട്ടാണ് ഇവരൊക്കെ കാലുമാറിയത്. ഒരുപക്ഷെ ഉത്തരേന്ത്യയിലേക്ക് കേൾക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ആരോപണങ്ങൾ കോൺഗ്രസിനെതിരെ ഇവിടെ കോൺഗ്രസിന്റെ തന്നെ ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ രീതിയിലുള്ള പ്രതിഷേധം തുടരാൻ തന്നെയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് ബിജു ആമക്കോടിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ, കൊച്ചി.